ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? സൂര്യൻ്റെ പിറന്നാൾ ദിവസമായ കാരണം രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് പോകുന്നത്. അവനും ഇപ്പോൾ എണീറ്റിട്ടുണ്ട്. അവന് ഓൺലൈൻ ക്ലാസ് ഉണ്ട് 6 to 7. അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ട് ഒരു വിഷൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ അവൻ പിന്നെ കുളിക്കാൻ കയറി. ഇപ്പോൾ സമയം 5:45 ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഇത് അവൻ്റെ പിറന്നാൾ ദിവസം ചൊവ്വാഴ്ചയാണ്. അന്ന് ഞാൻ ആ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് ഞാനപ്പോൾ ഇങ്ങനെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടതാണ്. പിന്നെ അത് ഇനിയിപ്പോൾ ഇത് പബ്ലിക്കാക്കുക ഞാൻ ശനിയാഴ്ച ആയിരിക്കും. എഡിറ്റിങ്ങിന് കുറച്ച് വൈകി. എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഭയങ്കര തലവേദനയൊക്കെ ആയിട്ട് അപ്പോൾ ഇത് നോക്കാനൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതാണ് ശനിയാഴ്ചയ്ക്കായത് ഇപ്പോൾ അത് പബ്ലിക്കാക്കുന്നത്. ഈ ഇരുട്ടത്തിൻ്റെ വർക്ക് ഏരിയയുടെ വാതിൽ തുറന്ന് പുറത്ത് പോയി നിൽക്കുന്നത് ആയിരിക്കും. 5:45 ആയിട്ടുണ്ട്. ഇപ്പോൾ നേരം വെളുക്കാൻ കുറച്ച് സമയം എടുക്കില്ലേ, ഭയങ്കര ഇരുട്ടല്ലേ ആ സമയം. അത് കാരണമാണ് സാധാരണ ഞാനൊരു 6 മണിയൊക്കെ ആവും വരാൻ. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒക്കെ നേരത്തെ ആയതാണ്. പിന്നെ പോരാത്തതിന് എല്ലാവരും എണീറ്റിരിക്കണമല്ലോ. സൂര്യനവിടെ കുളിക്കുന്നുണ്ട്, ഏട്ടനും എണീറ്റിട്ടുണ്ട്. അത് കാരണം പിന്നെ വാതിലൊക്കെ തുറന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ അവൻ്റെ പിറന്നാളായ കാരണം അവന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൂരി മസാലയും, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് നെയ്ച്ചോറും സോയാ ചങ്ക്സും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. നോൺ വെജ് അങ്ങനെ കൂട്ടില്ലല്ലോ പിറന്നാൾ ദിവസം. അപ്പോൾ വെജിറ്റേറിയനിൽ ഇപ്പോൾ സോയാ ചങ്ക്സ് അല്ലേ ഇപ്പോൾ ഇതിലേക്ക് ചേരുക, എന്താ പറയുക, നെയ്ച്ചോറിലേക്ക്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അവൻ്റെ പിറന്നാൾ ദിവസം ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് എന്താ പറയുക, ഭയങ്കര സ്നേഹത്തിൽ ഉള്ള കുറേ കമൻസ് ഉണ്ടായിരുന്നു അവൻ്റെ ബർത്ത്ഡേ വിഷസ് നടന്നിട്ട്. വളരെ സന്തോഷമായിട്ടോ. അവനും ഭയങ്കര ഹാപ്പിയാണ്, ഏട്ടനും ഞാനും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ എന്താ പറയുക, ഇതുവരെ ഞങ്ങളെ കണ്ടിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, എന്നിട്ടും ഇത്ര സ്നേഹത്തിൽ ഈ വീഡിയോയിൽ കൂടെ കണ്ടിട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ, എന്നാലും ഭയങ്കര സ്നേഹത്തിൽ സ്വന്തം വീട്ടിലെ ഒരു കുട്ടീൻ്റെ അടുത്തുള്ള പോലെയുള്ള സ്നേഹത്തിൽ നിങ്ങൾ ഓരോരുത്തരും ബർത്ത്ഡേ വിഷസ് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റംസ് എല്ലാം ഞാൻ ഒരുപാട് തവണ ഇതിൽ കാണിച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും ഇതിനെ പറ്റിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ബോറടിക്കാനാവും അല്ലേ. എന്നാലും പറയാം. ഇതിപ്പോൾ ഞാൻ പച്ചമുളക് പൊട്ടിക്കാൻ വേണ്ടി വന്നാൽ അവിടെ പച്ചമുളക് ചീനമുളകും ഒക്കെ നിൽക്കുന്നുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ കറിയിലേക്കൊക്കെ ഇടാൻ നല്ല വെള്ള മുളകില്ലേ, അതൊക്കെ പൊട്ടിക്കാൻ ഇറങ്ങിയതാണ്. ആദ്യം സോയാ ചങ്ക്സിൻ്റെ കറി വയ്ക്കാം. ഞാനിപ്പോൾ പൂരി മസാല കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ തൊലി അങ്ങനെ നീക്കം ചെയ്താൽ മതിയല്ലോ. തൊലി അടക്കനെ അങ്ങ് വേവിച്ചിട്ട് പിന്നെ തൊലി റിമൂവ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയല്ലോ. ഇതിപ്പോൾ സോയാ ചങ്ക്സിലേക്കുള്ള. അപ്പോൾ സോയാ ചങ്ക്സ് ഞാൻ അത് വേവിച്ച് വയ്ക്കുകയും ചെയ്തു. പിന്നെ അതിലൊന്ന് വെള്ളം ഒന്ന് കഴുകി വെച്ചതാണ് വേഗം ചൂട് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിങ്ങനെ സ്ക്യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ കൈ നല്ല ചൂടാവില്ലേ. ഇതിപ്പോൾ അതിലേക്കുള്ള സവോളയും വെള്ളുള്ളിയും വെളിച്ചെണ്ണയിൽ വഴറ്റിയതാണ്. അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക. പിന്നെ കുക്കറിൽ ഞാൻ പൊട്ടറ്റോ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിസിലൊക്കെ വന്നിട്ട് ഇപ്പോൾ അത് തുറക്കാറായി. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഞാൻ അതിലത്തെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ അത് ചൂടാറിയതിന് ശേഷമാണ് തൊലിക കളഞ്ഞിട്ടൊന്ന് ഉടയ്ക്കുള്ളൂ. അപ്പോഴേക്കും ഈ സോയാ ചങ്ക്സിൻ്റെ കറി അത് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, 2-3 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്കിപ്പോൾ പറയാനൊരു മടി. എന്നാലും ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കാം. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് സോയാ ചങ്ക്സ് ഇട്ടിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് പിന്നെ വേവിക്കാം. അത്രയേ ഉള്ളൂ. പൂരിക്കുള്ള മാവ് അവിടെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഞാനിവിടെ ഇതാണ് എടുക്കുക, മൈദയാണ് യൂസ് ചെയ്യുക കേട്ടോ. മിക്കവരും പറയും ആട്ടയല്ലേ പൂരിക്ക് ഉപയോഗിക്കാമെന്ന്. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം മൈദയാണ്. ആട്ട കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അത് സൂര്യന് വലിയ ഇഷ്ടമല്ല. പൂരി ഉണ്ടാക്കുമ്പോൾ മൈദ കൊണ്ട് ഉണ്ടാക്കിയാൽ മതി പറയും. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും കൂടുമ്പോഴല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ പിന്നെ മൈദ തന്നെ എടുക്കും. അതിനാണ് ടേസ്റ്റ് കൂടുക എന്നാണ് പറയുക. അപ്പോൾ ഇന്ന് അവൻ്റെ പിറന്നാളല്ലേ, അപ്പോൾ അവന് ഇഷ്ടമുള്ള പോലെ തന്നെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അവന് ഇഷ്ടപ്പെട്ടതാണ് പൂരി മസാല. ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും ഇഷ്ടം ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവൻ പൂരി മസാല എന്നൊക്കെ പറയും. അപ്പോൾ അത് പിന്നെ നെയ്ച്ചോറ്, ബിരിയാണി അങ്ങനത്തെ ഒക്കെയാണ് ഇഷ്ടം. ഇപ്പോൾ സദ്യ അങ്ങനത്തേനേക്കാളൊക്കെ ഇഷ്ടം അവന് ഇങ്ങനെയൊക്കെയാണ്. സദ്യ കഴിക്കൂട്ടോ, നല്ല ഓണം വിഷുവൊക്കെ വരുമ്പോൾ ഇലയിലൊക്കെ ഇട്ടുള്ള സദ്യ. പക്ഷേ കാര്യം ഏതാണത്, നെയ്ച്ചോറ് വേണോ ബിരിയാണി വേണോ അല്ലെങ്കിൽ സദ്യ വേണോ എന്നൊക്കെ ചോദിച്ചാൽ ബിരിയാണിയിലേക്കും നെയ്ച്ചോറിലേക്കൊക്കെ ഒരു സൈഡ് വലിവ് വരും. അത് പിന്നെ അവന് ഇഷ്ടമുള്ള ഉണ്ടാക്കുക. പിന്നെ ഇന്ന് നോൺ വെജ് കഴിക്കാൻ പറ്റാത്ത കാരണം അതിനൊരു
സോയ ചങ്ക്സിൻ്റെ കറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ചിക്കനൊക്കെ ഉണ്ടാക്കി കൊടുത്തേനെ. അവന് അവൻ്റെ പിറന്നാൾ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഡേറ്റ് ഓഫ് ബർത്തിനാണ് കേട്ടോ. December 14th എന്നുള്ളതാണ് അവന് ഒരു പ്രത്യേകത, അതിൻ്റെ മുകളിലാണ്. അപ്പോൾ അന്നത്തെ ദിവസം കുറച്ച് സെലിബ്രേഷൻ ചെറുതായിട്ട് രീതിയിൽ. ഇന്നിപ്പോൾ അങ്ങനെ കാര്യമായിട്ട് ആരെയും വിളിക്കണമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് അവനിഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണോ, ഒന്ന് അമ്പലത്തിൽ പോകണം, അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. ഇനി December 14th ആകുമ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് ഒരു ചെറിയ രീതിയിലുള്ളൊരു ഫംഗ്ഷൻ, ഒരു കേക്ക് കട്ടിങ്ങും പിന്നെ കുറച്ച് അവനിഷ്ടപ്പെട്ട നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ആയിട്ടാവും അന്നത്തെ ദിവസം. ഇപ്പോൾ അവൻ ഓൺലൈൻ ക്ലാസ്സിലാണ്, 6 to 7 വരെ ഉണ്ട് ക്ലാസ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് അവനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുക, ഒരു ചോക്ലേറ്റ്. അവൻ എന്തെങ്കിലും ഒന്ന് സർപ്രൈസായിട്ട് കിട്ടണമെന്നേ ഉള്ളൂ, അല്ലാണ്ട് അത് ഇന്നത് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ടൊബ്ലറോണിൻ്റെ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇന്നലെ, അപ്പോൾ അത് കൊടുക്കാമെന്ന് വെച്ചു. ഇപ്പോൾ അച്ഛനും മോനെയും കൂടിയിട്ട് അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. ഇവിടെ അടുത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ട്, മരുതൻചിറ, അവിടെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നേരത്തെ ഇതുവരെ പറഞ്ഞു നിർത്തിയത് സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ കാര്യമല്ലേ. സർപ്രൈസ് ഗിഫ്റ്റ് മാത്രമേ എന്തായാലും കുഴപ്പമില്ല എന്നുള്ളതുള്ളൂ. ഇനിയിപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് അവൻ സെലക്ട് ചെയ്യും എന്താണ് അവന് വേണ്ടത് എന്നുള്ളത്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ് ബർത്ത്ഡേക്ക് അവന് ഭയങ്കര കാത്തിരിപ്പ്. അത് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് കേട്ടോ. വലുതാവും തോറും അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരും അവർക്ക്. ചെറുപ്പത്തിൽ ഇങ്ങനെ പറയും, ഒരു ബർത്ത്ഡേ കഴിഞ്ഞാൽ ഇനി അടുത്ത ഇയർ അല്ലേ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേ, എന്നിട്ട് ഇങ്ങനെ ഓരോ മാസം കഴിയുമ്പോൾ അതിങ്ങനെ കൗണ്ട് ഡൗൺ പോലെയാണ്. ഇത്ര മാസം അതിങ്ങനെ എണ്ണി നോക്കും, പിന്നെ ദിവസങ്ങൾ, അത്ര ദിവസങ്ങൾ. എന്നിട്ട് അതിങ്ങനെ വരുമ്പോഴേക്കും ഭയങ്കര സന്തോഷവും. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ അന്നൊക്കെ ചോക്ലേറ്റ്, ഇപ്പോൾ അത് അങ്ങനെ ചോക്ലേറ്റ് കൊടുക്കാൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയോ ഒരു റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട് തോന്നണു, അറിയില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ വലുതായ കാരണം അതില്ലാത്തതാണോ എന്തോ അറിയില്ല. എന്തായാലും മുൻപൊക്കെ അത് ഇങ്ങനെ സ്കൂളിലേക്ക് ചോക്ലേറ്റ് ആയിട്ട് പോവുക, കളർ ഡ്രസ്സ് ഇടുക. അന്നത്തെ ദിവസം ഭയങ്കര ഉറക്കം വരില്ല അവന് തലേന്ന്. മിക്ക കുട്ടികളും ഇങ്ങനെ തന്നെയാണ്, എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയായിരിക്കും. ഇത് പൂരിയിലേക്കുള്ള കറിയാണ് കേട്ടോ, മസാല, പൂരി മസാല എന്നല്ലേ പറയുക. ബാജി എന്ന് ചില ഭാഗത്ത് പറയും തോന്നുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് പൊടിച്ചതാണ്. പിന്നെ ഉള്ളി, സവാള ഒന്ന് വഴറ്റിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടു കേട്ടോ. ഇഞ്ചി ഒന്ന് ചതച്ച് ചേർക്കും. എന്നിട്ട് അത് രണ്ടും വഴറ്റി കടുക് പൊട്ടിച്ചിട്ട് സവാളയും ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് പൊട്ടറ്റോ പൊടിച്ചതും ചേർത്തിട്ട്, പിന്നെ അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു കളറിന് ഇത്തിരി മുളക് പൊടി ഇടും. പിന്നെ എരിവിന് സവാള വഴറ്റുന്നതിൽ കൂടെ പച്ചമുളക് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞതാണ് ചേർക്കുന്നത്. എന്നിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് അങ്ങനെ പൊടിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങനെ തിളച്ചിട്ട് അത് കറി ഇറക്കി വയ്ക്കും. വേപ്പിലൊക്കെ ഇട്ട് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ പൊടിയും തൂവി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ഈ പാത്രം കഴുകുന്നത് കുക്കിങ്ങിൻ്റെ ഭയങ്കര തിരക്കുള്ള സമയത്തല്ല. അടുപ്പത്ത് എന്തെങ്കിലും ഉണ്ടായിരിക്കും, പക്ഷെ അത് എപ്പോഴും ഇളക്കുക ഒന്നും വേണ്ടാത്തൊരു സമയമൊക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് വന്നിട്ട് പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് കഴുകി വയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് പോയിക്കും. അപ്പോഴേക്കും നമ്മൾ കുക്കിംഗ് കഴിയുമ്പോഴേക്കും ക്ലീനിങ്ങും എന്താ പറയുക, പാത്രം കഴുകലും എല്ലാം അങ്ങ് കഴിയും. ക്ലീനിങ്ങും അതിൻ്റെ ഇടയിൽ ഞാൻ എപ്പോഴൊക്കെയോ ചെയ്യും. എപ്പോഴാണ് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ചെയ്യും. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊരു ക്ലീനിങ്ങും പ്രത്യേകിച്ചൊരു പാത്രം കഴുകലും ഒതുക്കലും ഒന്നും ആവശ്യം വരില്ല. അതിൻ്റെ ആ സമയത്ത് തന്നെ എല്ലാം അങ്ങനെ ചെയ്തങ്ങ് പോകും. ഇനിയിപ്പോൾ നെയ്ച്ചോറ് വെക്കാനുണ്ട്, പിന്നെ പൂരി ഉണ്ടാക്കാനുണ്ട്, അത്രയേ ഉള്ളൂ പണി. നെയ്ച്ചോറിലേക്കുള്ള സാലഡില്ലേ, അത് വിനാഗിരി ഇട്ടിട്ടുള്ളതാണ്. അത് ഞാൻ ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാളയും ക്യാരറ്റും പച്ചമുളകും അരിഞ്ഞിട്ടുള്ളതിൽ കുറച്ച് ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ട് ഞാൻ ഇന്നലെ അത് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അതിൽ നെയ്യ് ഒഴിച്ചതാണ് കേട്ടോ. നെയ്യ് പറഞ്ഞാൽ അതിപ്പോൾ ഹോർലിക്സിൻ്റെ ബോട്ടിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഇത് അമ്മ കൊടുത്തയച്ചതാണ്. അമ്മ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ് ഞാൻ യൂസ് ചെയ്യാറെന്ന് പറഞ്ഞില്ലേ, അത് അമ്മ ഹോർലിക്സിൻ്റെ ബോട്ടിലാണ് ഇപ്രാവശ്യം നിറച്ചിരിക്കുന്നത്. കുറിയൊന്നും വരച്ചിട്ടില്ലേ? എന്താ കുറി കിട്ടിയില്ലേ? അമ്പലത്തിൽ പോയവരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറി വരച്ചില്ലേ എന്ന് ചോദിക്കായിരുന്നു, കാണാനില്ലേ. അപ്പോൾ നമ്പൂതിരി അവിടെ പൂജാരി എന്തോ തിരക്കിലായിരുന്നു, വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. കുറി അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു കണ്ടപ്പോൾ. അവന് സ്കൂളിലുള്ളതല്ലേ, ബസ് പോകില്ലേ അപ്പോഴേക്കും. അപ്പോൾ വേഗം പോകുന്നതാണ് പറഞ്ഞതാണ്. ഞാൻ ആ ഷോർട്ട് വീഡിയോ ഇട്ടില്ലേ,
സൂര്യൻ്റെ പിറന്നാളിൻ്റെ അന്ന് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടതിൽ എൻ്റെ അടുത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അസി ഷെബി, എൻ്റെ പേരായ കാരണം ഓർമ്മയുണ്ട്, ഷെബി എന്നുള്ള പേരായി കൂടെ വന്ന കാരണം പെട്ടെന്ന് ഓർമ്മ കിട്ടി. ഒരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നേ, അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു, ഒന്നുകൂടി ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചതാണ്. അവരുടെ സംശയം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏട്ടനും സൂര്യനെ അടിക്കാറുണ്ടോ, വഴക്ക് പറയാറുണ്ടോ എന്നൊക്കെ. അപ്പോൾ അവർക്കിങ്ങനെ അവരുടെ കുട്ടീനെ അടിക്കുമ്പോൾ, ചെറിയ മോനല്ലേ, മക്കളേനെ അടിക്കുമ്പോൾ ഇങ്ങനെ വിഷമം ഉണ്ടാവും. പിന്നെ അത് അടിക്കുകയൊക്കെ ചെയ്യും, ഓരോ വികൃതിയൊക്കെ കാണിക്കുമ്പോൾ. പിന്നെ അത് ആലോചിച്ചിട്ട് കരയാറൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പം ഞങ്ങൾ അടിക്കാറുണ്ടോ? അപ്പോൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ അടിക്കാറുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ചെറിയ കുട്ടിയിൽ അവനെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, അടിക്കും വഴക്ക് പറയുകയൊക്കെ ചെയ്യും. ഭയങ്കരമായിട്ട് അടിക്കും വഴക്ക് പറയുകയൊന്നുമില്ല കേട്ടോ, ഒരു പാകതയിൽ. ഭയങ്കരമായിട്ട് അവരുടെ മനസ്സ് വേദനിക്കുന്ന പിന്നീട് ഓർക്കണ രീതിയിലുള്ള അടിയോ വഴക്കോ അങ്ങനെയൊന്നുമില്ല. അപ്പോഴേക്കുള്ള ഒരു അടിയും വഴക്കും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്, ഏട്ടനും ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെയാണോ എനിക്ക് വഴക്ക് പറയാതെയും ചീത്ത പറയാതെയും കുട്ടികളെ വളർത്തുന്നവർ നല്ല എന്താ പറയുക, ഭയങ്കര ക്ഷമാശീലമുള്ളവരും അതൊരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് അങ്ങനെ വളർത്തിയെടുക്കാൻ കേട്ടോ. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എനിക്കതിനില്ല, എനിക്ക് ആ ഒരു കഴിവില്ലാത്ത കാരണമായിരിക്കും ഞാൻ ഇടയ്ക്ക് ഓരോ അടിയൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ വലിയ വികൃതിയൊന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അങ്ങനെ അടിക്കേണ്ടിയും ചീത്ത പറയേണ്ടി ഒന്നും വരില്ല. എനിക്കൊന്നും അങ്ങനെ അടി കിട്ടിയിട്ടില്ല കേട്ടോ അച്ഛൻ്റെ അടുത്തുനിന്ന്. നമ്മുടെ അടുത്തുനിന്ന് കിട്ടി കാണും, അച്ഛൻ എന്നെ അടിച്ചിട്ടില്ല എന്നാ പറയാം. ഞാനങ്ങനെ വികൃതിയൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞാലൊക്കെ അച്ഛനൊന്നും ഇങ്ങനെ വെറുതെ പറയുമ്പോഴേക്കും എല്ലാം അനുസരിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിയായിരുന്നു. ഇവനങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇവൻ ഭയങ്കര വികൃതിയല്ലേ. അപ്പോൾ നമ്മൾ ഭയങ്കര വികൃതിയൊക്കെ കാണിക്കുമ്പോൾ പറഞ്ഞനുസരിക്കാത്തതും വികൃതിയും, പിന്നെ അതുപോലെ ഈ കുഞ്ഞുങ്ങളുടെ വായെന്നൊക്കെ ഇങ്ങനെ എവിടെന്നെങ്കിലും കേട്ട വല്ല തെറികളൊക്കെ വീഴുമല്ലോ, എന്തെങ്കിലും കേട്ട് ഇങ്ങനെ നമ്മൾ ബാഡ് വേർഡ്സ് ആണ് എന്ന് പറയുമ്പോൾ അത് അവർ വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ അവർക്ക്. അപ്പോൾ അതൊക്കെ പറയുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിലൊക്കെ അടിക്കും. അതായത് അത് ഇനി ചെയ്യരുത്, അത് ആദ്യം നന്നായിട്ട് പറഞ്ഞൊക്കെ കൊടുക്കും. പക്ഷേ ചെറിയ കുട്ടികളതൊന്നും അനുസരിക്കില്ല, അത് അവരുടെ ഒരു സ്വഭാവമാണ്. അവർ എന്താ ചെയ്യരുതെന്ന് നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതന്നെ ഇങ്ങനെ അവർക്ക് അതന്നെ പറയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് തോന്നണം. അപ്പം ഞാൻ നല്ലതായിട്ടൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കും, ഇനി അത് ആവർത്തിക്കരുത് എന്ന് വിചാരിച്ചിട്ട്. അധികം ഞാൻ അടി കൊടുത്തിരിക്കുന്നത് വികൃതിക്ക് എന്നുള്ളതിനല്ല ഞാൻ അധികം അടി കൊടുക്കുക. ഈ പറഞ്ഞാൽ അനുസരിക്കാതുള്ളതും ഈ ബേഡ് വേർഡ്സ് ഒക്കെ പറയുമ്പോഴും ഒക്കെ ഒന്ന് അടിക്കുകയൊക്കെ ചെയ്യും. അതായത് ഇനി അത് പറയരുത് എന്ന് വിചാരിച്ചിട്ടുള്ള അടി തന്നെ കൊടുക്കും. പിന്നെ വേറൊരു വീട്ടിൽ പോയാൽ നമ്മളുടെ കുട്ടികളുടെ വികൃതി നമ്മൾക്കല്ലേ ഇഷ്ടാവുള്ളൂ, നമ്മൾക്കാണ് അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് നമ്മളുടെ കുട്ടിയുടെ വികൃതി മറ്റുള്ളവർ ഇഷ്ടപ്പെടണം എന്നില്ല, ഇഷ്ടപ്പെടില്ല. അതൊരു ഏറി വന്ന ഒരു 5 മിനിറ്റ് അവർ ആ വികൃതി ആസ്വദിക്കും, അത് കഴിഞ്ഞാൽ അവർക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് കാരണം കൊണ്ട് തന്നെ ഞാനൊരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇവനെ കേട്ട് ഇങ്ങോട്ട് മറ്റു വീടുകളിലൊക്കെ പോകുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം, അത് ആരായാലും ശ്രദ്ധിക്കണം. നമ്മളുടെ കുട്ടികളുടെ വികൃതി നമ്മളുടെ വീട്ടിലേനെ നടത്താൻ പാടുള്ളൂ. മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്നിട്ട് വികൃതി കാണിക്കുമ്പോൾ നമുക്ക് അതിന് നമ്മളൊരു കൺട്രോൾ കിട്ടണം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അടിക്കാനോ ഒന്നും, അവരെ കാണിച്ചിട്ട് അടിക്കാനോ ഒന്നും പറ്റില്ലെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ നിർത്തുന്ന വിധത്തിലോ, ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ നിർത്തുന്ന വിധത്തിലോ ഒരു കൺട്രോൾ ഉണ്ടാക്കിയെടുക്കണം. അത് ചെയ്യണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാക്കരുത് നമ്മളുടെ കുട്ടിയുടെ വികൃതി കാരണം. വേറൊരു വീട്ടിൽ ചെന്നിട്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ചില പേരൻസ്, കുറ്റം പറയുന്നതല്ല, ചില പേരൻസ് ശ്രദ്ധിക്കില്ല. അവരിങ്ങനെ മറ്റു വീട്ടുകളിൽ ചെന്നാലും കുട്ടികൾ വികൃതി കാണിക്കുമ്പോഴും അല്ലെങ്കിൽ കുട്ടികളൊക്കെ കാണിക്കുമ്പോഴും അവരതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് കുട്ടികളുടെ അടുത്തല്ല ദേഷ്യം വരിക, ആ പാരൻസിൻ്റെ അടുത്താണ് എനിക്ക് ദേഷ്യം വരിക. എന്തുകൊണ്ട് അത് അവർ കൺട്രോൾ ചെയ്ത് നിർത്തുന്നില്ല? നമുക്കിപ്പോൾ കുട്ടികളേനെ, നമ്മളുടെ വീട്ടിൽ വരുന്ന കുട്ടികളേനെ വഴക്ക് പറയാനോ ഒന്നും പറ്റില്ലല്ലോ. കുട്ടികളുടെ സ്വഭാവം അങ്ങനെയാണ്, അവർ വികൃതി കാണിച്ചുകൊണ്ടേ, എന്താണ് പറയുക, കുരുത്തക്കേടുകൾ കാണിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അത് വേറൊരു വീട്ടിൽ ചെന്നാലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന വിധത്തിൽ പാരൻസ് ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അങ്ങനെ ഓരോ വർത്തമാനത്തിൻ്റെ ഇടയിൽ പണികളൊക്കെ കഴിഞ്ഞു. സൂര്യൻ സ്കൂളിൽ പോയി, ഏട്ടൻ ഷോപ്പിൽ പോയി. ഇപ്പോൾ പാത്രങ്ങളൊക്കെ വലിയ പാത്രങ്ങളൊക്കെ ഞാനിങ്ങനെ വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയിട്ടെടുക്കും. ഇനി വാഷിംഗ് മെഷീൻ ഒന്നങ്ങ് ഓണാക്കി വെച്ചിട്ട് കുറച്ച് പണികളുണ്ട്. ഷോർട്ട് വീഡിയോ, അതായത് ചൊവ്വാഴ്ച എടുത്ത വീഡിയോ അല്ലേ, അപ്പോൾ ചൊവ്വാഴ്ച ഞാനന്ന് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോൻ്റെ ബാക്കി പണികൾ കുറച്ചുകൂടി ഉണ്ട്, ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അത് ഞാനൊരു 11:30 സമയത്താണ് ലോങ് വീഡിയോ എപ്പോഴും ഇടുക കേട്ടോ. ഷോർട്ട് വീഡിയോയ്ക്ക് അങ്ങനെ ടൈമൊന്നുമില്ല, അത് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങ് ഇടും. അത് എഡിറ്റിംഗ് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും അങ്ങ് ഇടും. മറ്റത് 11:30 എന്നുള്ളൊരു സമയത്താണ് ഇടുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പുറത്ത് കൊണ്ടുവച്ച പാത്രങ്ങളൊക്കെ അകത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ഇവിടെ കുറച്ച് നേരമായിട്ട് കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വീണ്ടും കറണ്ട് വന്നിട്ട് അപ്പോൾ വാഷിംഗ് മെഷീൻ ഇപ്പോഴാണ് അത് വർക്കായി തുടങ്ങിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഡ്രസ്സൊക്കെ വിരിച്ചിടാന്നൊക്കെ വിചാരിച്ചെന്ന് വന്നപ്പോൾ അതിപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 11:30-11:45 കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ വീഡിയോ പബ്ലിക്കാക്കുന്നത് 11:30-ക്കാണ്, ലോങ് വീഡിയോ. എന്നിട്ട് ഞാൻ അതിൽ ഒരു 5-10 മിനിറ്റ് നേരം അങ്ങനെ അതൊരു കുറച്ച് നേരം കൂടി അവിടെ ഇങ്ങനെ ഇരിക്കും. ആദ്യം വരുന്ന കുറച്ച് കമൻസിന് ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. ജസ്റ്റ് അതൊരു 5-10 മിനിറ്റ് നേരം ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കിയിരിക്കും ആ സമയത്ത്. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് എണീറ്റ് പോകുന്നത്. ഇനി നമുക്ക് പായസം വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ സൂര്യന് ഇഷ്ടമുള്ള പായസം തന്നെ ആയിക്കോട്ടെ, അവൻ്റെ പിറന്നാളല്ലേ, അവനിഷ്ടമുള്ളത് പാലുകൊണ്ട് ഉണ്ടാക്കുന്ന പായസമാണ്. അതായത് ശർക്കരയും തേങ്ങാപ്പാലും അല്ലാതെ ഇങ്ങനെയുള്ളത്. അധികം സേമിയ അങ്ങനത്തെ ഒക്കെ തന്നെ ഇഷ്ടം. അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഇതിൽ ഏതൊരു വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ശോഭ സതീശൻ അവരയച്ചതാണ്. ശരിക്കും അങ്ങനെ നെഗറ്റീവ് കമൻസ് ഒന്നും വരാൻ വഴിയില്ല അല്ലേ, അങ്ങനെ നെഗറ്റീവ് കമൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്പോൾ പിന്നെ നെഗറ്റീവ് കമൻസ് ഒക്കെ മുൻപ് അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ അത്യാവശ്യം നെഗറ്റീവ് കമൻസ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ വ്ളോഗ് മാത്രം കാണുന്നവരാണെങ്കിൽ, സ്ഥിരം കാണുന്നവരാണെങ്കിൽ പിന്നെ അങ്ങനെ നെഗറ്റീവ് കമൻസ് ഒന്നും ഉണ്ടാവില്ല. അതിലിപ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും കയറി വരുന്നവർ എന്തെങ്കിലും 1-2 ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവുമല്ലോ. അതിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നെഗറ്റീവ് കമൻസ് നമുക്ക് പാടില്ല ഒന്നും പറയാൻ പറ്റില്ല. അത് കിട്ടിക്കൊണ്ടേ ഇരിക്കും. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ മിക്സായിട്ട് തന്നെ വരിക. പിന്നെ കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും എന്നുള്ളത് മാത്രം. അപ്പോൾ അത് പിന്നെ ഓരോരുത്തരുടെ ഓരോ സ്വഭാവം പോലെയാണ് അവരവർ കമൻ്റ് ഇടുന്നത് എന്ന് മാത്രം. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഏതോ ഷോർട്ട് വീഡിയോ ഏതാണ്, സൂര്യന് നഗറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന, ഈവനിങ്ങിൽ വരുമ്പോൾ നഗറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടല്ലോ, അതൊന്ന് വൈറലായിട്ടുണ്ട്. അതൊരു 1.5 മില്യൺ വ്യൂസ് എങ്ങാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അറിയാലോ, അപ്പോൾ പിന്നെ അതിന് എന്തായാലും നല്ല കമൻസും നെഗറ്റീവ് കമൻസും ഒക്കെ ഉണ്ടായിരിക്കും. അത്രയും ആൾക്കാർ കണ്ടതല്ലേ, പല ആൾക്കാരും കാണുന്നതല്ലേ. അപ്പോഴാണെങ്കിൽ എനിക്കറിയായിരുന്നു ആ വീഡിയോ ഇടുമ്പോൾ തന്നെ ഇതിനിപ്പോൾ എല്ലാവരും ഇപ്പോൾ സൂര്യൻ്റെ ആരോഗ്യ സംരക്ഷകരായി മാറും പലരും എന്നുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒരു നെഗറ്റ്സ് കൊടുക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നഗറ്റ്സ് അങ്ങനെ കൊടുത്തുകൂടാ, അങ്ങനെ കഴിച്ചുകൂടാ, അങ്ങനെ ഇങ്ങനെ, അത് മോശം ഫുഡാണ് അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയുന്ന കാരണം കൊണ്ട് തന്നെ ഞാൻ അതിനൊരു ക്യാപ്ഷൻ ഇട്ടു, എന്നും നാടൻ ഫുഡ് കഴിച്ചാൽ മടുക്കില്ലേ, അങ്ങനെയാണ് ഞാൻ ക്യാപ്ഷൻ ഇട്ട് തോന്നുന്നുണ്ട്. അതായത് എല്ലാ ദിവസവും ഞാനിങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കൊടുക്കുമ്പോൾ അതിങ്ങനെ മടുക്കില്ല, അപ്പോൾ ഒരു ചേഞ്ച് ആവണ്ടേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് കൊടുത്തത്. അതായത് ഇത് ക്യാപ്ഷനെങ്കിലും ഒന്ന് വായിച്ചാൽ മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നെഗറ്റീവ് കമൻസ് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അതായത് അധികം ഞാൻ സാധാ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ കൊടുക്കുന്നത്, ഇടയ്ക്കൊരു ചേഞ്ച്, അതായത് അത് മടുക്കുമ്പോൾ ഇതാവാലോ എന്നുള്ളതാണ്. പക്ഷെ ആൾക്കാർ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു. അവർ കമൻസിൽ അല്ല ക്യാപ്ഷനൊന്നും വായിക്കുന്നേ ഇല്ല. അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ ജസ്റ്റ് കാണുമ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും ക്യാപ്ഷൻ വായിക്കണം എന്നൊന്നുമില്ല, പക്ഷെ ഒരു കമൻറ്റ് ഇടുമ്പോഴെങ്കിലും നമ്മൾ ഒരാൾക്ക് കമൻറ്റ് ഇടുമ്പോഴെങ്കിലും ആ ക്യാപ്ഷൻ ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കമൻസ് ഇടുന്നത് വേറെ, ക്യാപ്ഷനൊന്നും നോക്കാണ്ടങ്ങിട് എല്ലാവരും എന്നെ അല്ല എല്ലാവരും അല്ല, അതിൽ കുറേ പേരുണ്ട്, വല്ലതും വീട്ടിലുണ്ടാക്കി കൊടുത്തൂടെ, ഇങ്ങനത്തെ ഫുഡാണോ കൊടുക്കുന്നത്, നഗറ്റ്സ് തിന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ്, മോശമാണ്, അത് കഴിച്ചുകൂടാ. ആരോഗ്യം നോക്കിയിട്ട്, കുട്ടിയുടെ ആരോഗ്യം നോക്കിയിട്ട് അവർ പറയുന്നവർ കുറേ പേര് അങ്ങനത്തെ കമൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവൻ എന്നും ലൈം ജ്യൂസും നഗറ്റ്സും ആണ് കഴിക്കാറ് എന്നുള്ള പോലെയാണ് പലരും അതിൽ കമൻ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുറേ വേറെ ഏതൊക്കെയോ വീഡിയോയിൽ എന്തൊക്കെയോ നമ്മളിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ, അങ്ങനെ ഇഷ്ടാവില്ല, ഒരാളേനെ എല്ലാവർക്കും ഇഷ്ടാവില്ല. അപ്പോൾ ഇഷ്ടപ്പെടാത്തവർ അവർക്ക് ഇങ്ങനെ മനസ്സിലെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ കാണിക്കണം എന്നുണ്ടായിരിക്കും. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കും അതിൻ്റെ മുകളിൽ, ഇങ്ങനെ ഒരു കമൻ്റായിട്ട് ചീത്ത വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇഷ്ടക്കേട്, അത് അവരുടെ മനസ്സിലുള്ള എന്നോടുള്ള ഇഷ്ടക്കേട് കാണിക്കണ്ടേ. അപ്പോൾ അതിനെന്തെങ്കിലും അവർ അങ്ങനെ ഒരു കമൻ്റായിട്ടൊക്കെ ഇടും. അതവർ കമൻ്റ് ഇട്ടോട്ടെ, എനിക്കത് ഇപ്പോൾ എന്നെപ്പോൾ ഇഷ്ടപ്പെടണം എന്നോ അങ്ങനൊന്നും എനിക്ക് നിർബന്ധമില്ലല്ലോ. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം, അല്ലാത്തവർക്ക് വേണ്ട. അവർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം, അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് കമൻ്റ് ഇടണമെങ്കിൽ ഇടാം. എന്തപ്പോൾ ചെയ്യാം, അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ. അതിപ്പോൾ നമ്മൾക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്?
അവർ ചെയ്ത് പറഞ്ഞിട്ട് പോട്ടെ. ചിലപ്പോൾ അത് വായിക്കുമ്പോൾ എനിക്ക് ചിരി വരും. അവരുടെ ആ ഒരു എന്താ പറയുക, ഇഷ്ടക്കേട്, എന്നോടുള്ള ഒരു ഇഷ്ടക്കേട് ആ കമൻറ്റിലൂടെ വരുമ്പോൾ അവർ ആ കഷ്ടപ്പെട്ട ആ ഒരു കമൻ്റായിട്ട് ഇടുന്ന സമയത്ത് എനിക്കൊരു ചിരിയാണ് വരിക. എന്തിനാ ഇപ്പം ഇവരിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നത്, എന്തപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്നൊക്കെ വിചാരിക്കും. എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, ഒരു തമാശ പോലെ അങ്ങ് എടുക്കും ഞാൻ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ഇന്ന് വലിയ ക്ലീനിങ് ഒന്നുമില്ല. ഇന്ന് ഞാൻ ജസ്റ്റ് വീടിനകം ഒന്ന് അടിച്ചു വാരി അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. മുറ്റടിക്കലൊന്നുമില്ല. കുളി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ പണികളൊന്നും ചെയ്യാനൊക്കെ മടിയാണ്. അങ്ങനെ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് എനിക്ക് കുറച്ച് നേരം യൂട്യൂബ് നോക്കിയിരിക്കലും അമ്മയ്ക്ക് ഫോൺ ചെയ്യലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ 3:30 ആയപ്പോൾ സൂര്യനെ കാത്തിട്ട് ഇങ്ങനെ ഇരുന്നതാണ്. ഞാൻ അവിടെ ബസ് കാത്തിട്ട് ഇങ്ങനെ ഇരുന്നതാണ്. വരുമ്പോൾ തന്നെ പായസം എവിടെ വെച്ചിട്ടാണ് വരവ്. അവനറിയാം അന്ന് ഇപ്പോൾ പായസം വെച്ചിട്ടുണ്ടായിരിക്കും. അവനിഷ്ടപ്പെട്ട സേമിയ തന്നെ ആയിരിക്കും എന്ന് അവനറിയാം. അപ്പോൾ അതും ചോദിച്ചിട്ട് വന്ന് നിൽപ്പാണ്. പായസം കുടിച്ചിട്ട് വേഗം കുടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പൂരിയാണ് രാവിലെ ഉണ്ടാക്കിയ പൂരി. ഇപ്പോൾ വൈകുന്നേരത്തിന് എടുത്തേക്കണം എന്ന് പറഞ്ഞിട്ട്. രാവിലെ ശരിക്കും ഇരുന്ന് കഴിക്കാൻ നേരം കിട്ടിയിട്ടില്ല. രാവിലെ പോണ നേരത്ത് അവനൊരു ധൃതിയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ സാവകാശം ഉണ്ടാവില്ല കഴിപ്പിനൊന്നും. അപ്പം എൻ്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, വരുമ്പോഴേക്കും പൂരി എടുത്ത് വെച്ചാൽ മതി, അപ്പം ഞാൻ ഇരുന്ന് കഴിച്ചോളാന്ന്. അങ്ങനെ അവൻ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. പൂരിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ടൻ ചായ, അവൻ്റെ കൂടെ വെറുതെ ഇരിക്കണമെന്ന് മാത്രം കട്ടൻ ചായയും കുടിച്ചിട്ട് ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും കഴിച്ച് കഴിയണവരെ. എന്നിട്ട് പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പായസം, അവൻ്റെ പിറന്നാളല്ലേ, അപ്പോൾ ആരെയും വീട്ടിലേക്ക് അങ്ങനെ ക്ഷണിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇനി അവൻ്റെ ബർത്ത്ഡേക്കല്ലേ ക്ഷണിക്കലും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഏട്ടൻ്റെ അമ്മയ്ക്കും അച്ഛനും പിന്നെ അതുപോലെ അവൻ്റെ നിഷമ്മ എന്നാണ് കേട്ടോ വിളിക്കുക. ഏട്ടത്തിയമ്മേനെ, ചേച്ചീനെ നിഷമ്മ എന്നാണ് അവൻ വിളിക്കുക. അപ്പോൾ അവർക്കും ഒക്കെയുള്ള പായസമായിട്ട് ഞങ്ങളിങ്ങനെ കൊണ്ടു കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ഇതായിട്ട് അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചങ്ങ് എത്തുള്ളൂ. അവന് 6 മണിക്ക് ഇനി ക്ലാസ് ഉള്ളത്, ഓൺലൈൻ ക്ലാസ്. അപ്പോഴേക്കും ഇനിയിപ്പോൾ ഇങ്ങനെ എത്തുള്ളൂ. അതുവരെ അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ പോരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ പണികളൊന്നുമില്ല. 6 മണിക്ക് വന്നാലും ഇനി കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പായസം കൊടുത്തിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.